പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി സിനിമാ നടൻ പിഷാരടിയാണ്. എന്തിന് പിഷാരടിയെ പാലക്കാടേക്ക് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല. സംശയങ്ങളാണ് എല്ലാവരും പറയുന്നത്. ആ സംശയങ്ങൾ മാധ്യമപ്രവർത്തകർക്കും ഉണ്ട്. എന്തിന് പിഷാരടിയെ പാലക്കാട് മത്സരിപ്പിച്ചു എന്ന കാര്യത്തിൽ. പാലക്കാട് സ്വാഭാവികമായും സന്ദീപ് വാര്യർക്ക് മത്സരിക്കാം. അദ്ദേഹത്തിൻ്റെ നാടാണ്, കോൺഗ്രസ്കാരനാണ്, പഴയ BJP RSS നേതാവാണ്. RSSനും BJPക്കും നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് പാലക്കാട്. സന്ദീപ് വാര്യർക്ക് വ്യക്തിബന്ധങ്ങളുള്ള നാടുകൂടിയാണ്. അങ്ങനെ വ്യക്തിബന്ധവും കോൺഗ്രസ് വോട്ടും കൂടി ചേർന്നാൽ സന്ദീപ് വാര്യർക്ക് അവിടെ ജയിക്കാൻ കഴിയും. ഇതായിരുന്നു ഒരു കണക്കുകൂട്ടൽ. എന്നാൽ അത് നടക്കില്ല. സന്ദീപ് വാര്യരോട് വലിയ എതിർപ്പുള്ളവരാണ് RSSന്റെയും BJPയുടെയും പ്രവർത്തകർ. സന്ദീപ് വാര്യർ അവിടെ മത്സരിച്ചാൽ കോൺഗ്രസിന്റെ വോട്ട് പോലും ലഭിക്കാതെ പോകും. കാരണം നേരത്തെ RSSന് വേണ്ടി മണ്ഡലത്തിൽ ഉടനീളം പ്രസംഗിച്ച് പ്രവർത്തിച്ച് നടന്ന ആളാണ് സന്ദീപ് വാര്യർ. ഈ രണ്ട് വാദവും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല സന്ദീപ് വാര്യരെ പാലക്കാട് നിന്ന് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലേക്ക് എത്തിക്കാൻ കാരണം. അത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാലും പാലക്കാട് നിന്ന് സന്ദീപ് വാര്യരെ ഓടിച്ച് പകരം അവിടെ പിഷാരടിയെ കൊണ്ടുവരുന്നു. എന്താണ് അജണ്ട? പിഷാരടി കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള കോക്കസിൽപ്പെട്ട ആളാണ്. പിഷാരടി പ്രമുഖ സിനിമാ നടനായ ദിലീപുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിഷാരടിയോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ദിലീപും ആവശ്യപ്പെട്ടിരുന്നു, കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മത്സരിക്കാൻ തയ്യാറായില്ല. പകരം ധർമ്മജനെയാണ് മത്സരിപ്പിച്ചത്. ധർമ്മജനെ വിജയിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ദിലീപ് നൽകി. മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചു പിഷാരടി. പക്ഷേ ധർമ്മജൻ തോറ്റുപോയി. ഇത്തവണ ധർമ്മജനെ ഇറക്കി കളിക്കാൻ താല്പര്യമില്ല കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെയാണ് പിഷാരടി തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തിയത്. പിഷാരടിക്ക് മറ്റ് മണ്ഡലങ്ങൾ നൽകാമായിരുന്നു. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ പോലെയുള്ള മണ്ഡലങ്ങളിൽ പിഷാരടിക്ക് നല്ല സ്വാധീനമുണ്ട്. മത്സരിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ്. പക്ഷെ പാലക്കാടേക്ക് കൊണ്ടുവന്നതിൽ കോൺഗ്രസ്സുകാർ പറയുന്ന ന്യായം, പാലക്കാട് ഹിന്ദു വോട്ടുകളിൽ, BJPയുടെ കൈവശമുള്ള ഹിന്ദു വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും പിഷാരടിക്ക് എന്നാണ്. അതുകൊണ്ടാണ് പാലക്കാട് മത്സരിപ്പിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത് ഇതൊന്നുമല്ല. കാരണം ഷാഫി പറമ്പിലാണ് പിഷാരടിയെ പാലക്കാട് മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും ആവശ്യമായ ചരടുവലികൾ നടത്തിയതും. എന്തിനു വേണ്ടി? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. വീണ്ടും മത്സരിക്കാൻ കഴിയില്ല. എപ്പോൾ മത്സരിക്കാൻ കഴിയും? രാഹുൽ മാങ്കൂട്ടത്തിന് കേസ് തീരണം. കേസ് തീർന്നാൽ അവിടെ മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകും. അങ്ങനെ തയ്യാറാകുന്ന ഘട്ടത്തിൽ രാജിവെക്കണം, മാറിക്കൊടുക്കണം. മാറിക്കൊടുക്കുക ആരാണ്? പിഷാരടിയാണ്. അവിടെ സന്ദീപ് വാര്യരെ മത്സരിപ്പിച്ചാൽ, മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ മത്സരിപ്പിച്ചാൽ, കോൺഗ്രസ് നേതാക്കളെ മത്സരിപ്പിച്ചാൽ രാജിവെച്ച് മാറിക്കൊടുക്കണമെന്നില്ല. പിഷാരടിയെ മത്സരിപ്പിച്ചാൽ ഷാഫി പറമ്പിലും പിഷാരടിയും തമ്മിലുള്ള ബന്ധം വെച്ച്, ഷാഫി പറമ്പിലും പിഷാരടിയും അൻവർ സാദത്തും അതോടൊപ്പം തന്നെ ദിലീപും തമ്മിലുള്ള ബന്ധം വെച്ച് പറഞ്ഞാൽ രാജിവെക്കും പിഷാരടി. ആ ധാരണയിലാണ് പിഷാരടിയെ മത്സരിപ്പിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എപ്പോൾ തീരുന്നുവോ അന്ന് പിഷാരടി രാജിവെക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വഴിമാറിക്കൊടുക്കും. ബൈ ഇലക്ഷൻ നടന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കും. ഇതാണ് അജണ്ട. അതിനുവേണ്ടി തന്നെയാണ് പിഷാരടിയെ പാലക്കാടേക്ക് കൊണ്ടുവന്നത്. മറ്റെല്ലാം വെറും പുകമറകൾ മാത്രമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ആലോചിച്ച് നോക്കണം രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര സ്വാധീനമുണ്ട് കോൺഗ്രസിനകത്ത് എന്ന്. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മെല്ലെ മെല്ലെ ഷാഫി പറമ്പിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു. ഷാഫി പറമ്പിൽ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നു. ഇതാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. കോൺഗ്രസിൽ ഷാഫി പറമ്പിലിനെതിരെ ചെറിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം കവച്ചുവെക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നു ഷാഫി പറമ്പിലിന്. എന്ന് വെച്ചാൽ വരുന്ന ആളുകളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഷാഫി പറമ്പിലിൻ്റെ കയ്യിലേക്ക് വരും. വലിയ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിലെ, മുസ്ലിം സമുദായത്തിലെ വലിയ വിഭാഗം ആളുകൾ ഷാഫി പറമ്പിലിന് പിന്തുണയുമായി രംഗത്തുണ്ട്. കേരളത്തിൻ്റെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി അത് ഷാഫി പറമ്പിലായിരിക്കും എന്ന് പോലും കേരളത്തിൽ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു. എന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിൻ്റെ കയ്യിലേക്ക് നാളെ
കോൺഗ്രസ് എത്തും. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ആരോപണവും വിമർശനവും. പുറത്തുകാരും പക്ഷേ അത് പറയാൻ തയ്യാറായിട്ടില്ല. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ പുറത്തു വരും. ആ ഷാഫി പറമ്പിലിൻ്റെ ചങ്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേസ് തീരുന്ന ഘട്ടത്തിൽ, കേസ് എല്ലാം ഒന്ന് അടങ്ങുന്ന ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു വിധി വരുന്ന ഘട്ടത്തിൽ പിഷാരടി MLA സ്ഥാനം രാജിവെക്കും ജയിച്ചാൽ. അങ്ങനെ വരുമ്പോൾ ബൈ ഇലക്ഷൻ നടന്നാൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിച്ച് നിയമസഭയിലെത്തിക്കാം. ഇതാണ് കണക്ക് കൂട്ടൽ ഷാഫി പറമ്പിലിൻ്റെ. അതനുസരിച്ചാണ് പിഷാരടി ഇപ്പോൾ അഭിനയിക്കുന്നത്, നിറഞ്ഞ് അഭിനയിക്കുന്നത്.